ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിലെ ന്യൂസുകളിൽ അത്ര നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റമാൽ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അത് വലിയ നാശം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ, അതുപോലെ വെസ്റ്റ് ബംഗാളിൽ, പിന്നെ നമ്മളുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ ബംഗ്ലാദേശിലൊക്കെ അത് ഉണ്ടാക്കി. അതിനെക്കുറിച്ച് ന്യൂസാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണ് ആക്ച്വലി വെസ്റ്റ് ബംഗാളിലൊക്കെയാണ് ഇതിന്റെ പ്രോബ്ലം കൂടുതൽ അപ്പിയർ ചെയ്യുന്നതാണ് കരുതിയത്. പക്ഷെ അതല്ല സംഭവിച്ചത്. വെസ്റ്റ് ബംഗാളിനൊക്കെ അടുത്ത് തന്നെ കിടക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായിട്ടുള്ള മിസോറാം പോലുള്ള സ്റ്റേറ്റുകളിൽ, ആസാമില് ഒക്കെയാണ് വലിയ മരണങ്ങളൊക്കെ ഉണ്ടായത്. ഏതാണ്ട് 31 പേര് മരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ചൊരു ന്യൂസാണ് ആദ്യം കാണുന്നത്. പിന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ബെയിൽ എക്സ്റ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഓൺ ബെയിലാണ്. ഹി ഹാസ് ടു റിട്ടേൺ ടു ജയിൽ ആഫ്റ്റർ June 2. അപ്പം ആഫ്റ്റർ June 2 അല്ല, June 2 തന്നെ പോകണം. കാര്യം June 1 വരെയാണ്. June 1 ഇലക്ഷൻ തീരുന്നത്. ഇലക്ഷൻ ക്യാമ്പയിനിങ് നടത്താൻ വേണ്ടിയിട്ടാണ് ബെയിൽ കൊടുത്തത്. പക്ഷേ മെഡിക്കൽ ഗ്രൗണ്ടിൽ പുള്ളി വീണ്ടും ഒരാഴ്ചയും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടേക്കാണ്. അതിൽ ഡിസിഷൻ സുപ്രീം കോടതി എടുത്തിട്ടില്ല. പിന്നെ താഴോട്ട് വരുമ്പോ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളല്ല. എല്ലാ പൊളിറ്റിക്കൽ ന്യൂസുകളും കോർട്ട് കേസുകളും ഒക്കെയാണ്. അതൊന്നും നമുക്ക് വേണ്ട. അപ്പം നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ TN farmers protest against new dam construction at മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ നമുക്ക് വലിയ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വിഷയമാണ്. കേരളത്തിനും തമിഴ്നാടിനിടയിൽ പണ്ട് ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കിയ ഡാമാണ്. അത് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തുണ്ടാക്കിയ ഡാം അല്ല. പക്ഷെ അത് ഹെൽത്തിയാണ് ആ ഡാം എന്നാണ് കോടതിയും തമിഴ്നാടും IIT എന്നുള്ള എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും കേരളം പക്ഷെ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. കേരളം പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യണമെന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ പേരിൽ തമിഴ്നാടിൽ നിന്ന് വൻ എതിർപ്പാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഇവിടെ കാണാം. പിന്നെല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. വലിയ ആവശ്യമില്ലാത്ത ന്യൂസുകളാണ്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ കർണാടക MLC ഇലക്ഷനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകളാണ്. MLC ഇലക്ഷനെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞാണ്. MLC മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. കർണാടകത്തിലും തെലങ്കാനയിലും ആന്ധ്രയിലുമാണ് സൗത്ത് ഇന്ത്യയിൽ MLCs ഉള്ളത്. അത് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന്, ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഫോളോ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒരു സ്റ്റേറ്റിന്റെ തീരുമാനമാണ്. ഇനി ഒരു സ്റ്റേറ്റ് തീരുമാനിച്ചാൽ സെൻട്രൽ ഗവൺമെന്റോട് അനുവദിച്ചാലേ പറ്റുള്ളൂ. ഇപ്പം കേരളത്തിൽ ഇപ്പം ബൈക്യാമറൽ സിസ്റ്റം അല്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറിനെ നമ്മൾ MLA എന്ന് പറയും, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമ്മൾ കാണുന്നത് MLAസിനെ മാത്രമാണ്, നമ്മൾ MLCസിനെ കാണുന്നില്ല. എന്താണ് അതിന്റെ കാരണം? MLC ഇല്ലാത്ത കാരണം എന്ന് വെച്ചാൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞ സെക്കൻഡ് ഹൗസ് കേരളത്തിൽ ഇല്ല, തമിഴ്നാട്ടിലും ഇല്ല. പക്ഷെ കേരളം തീരുമാനിക്കുകയാണ്. കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി യുനാനിമസ്ലി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണമെന്ന് കരുതിക്കോ. First of all, that is the thing to do. If Kerala wants to create a legislative council, we have to put forward a resolution in our legislative assembly and it should be passed with the 2/3 majority. അപ്പം 2/3 അല്ല, ചിലപ്പം യുനാനിമസ് ആയിട്ട് എല്ലാവരും 100% ആൾക്കാരും സപ്പോർട്ട് ചെയ്ത്, MLAമാരും സപ്പോർട്ട് ചെയ്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു. പക്ഷെ ആ തീരുമാനം കേരളത്തിന് നടപ്പാക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഒക്കെ അതിന് അപ്രൂവ് ചെയ്യണം. ഇപ്പൊ ഒഡീഷ ഒരു ഇതുപോലെ യൂണിക് ക്യാമറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ആ ഒഡീഷയ്ക്ക് ബൈക്യാമറൽ സിസ്റ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അവര് ഒരു റെസൊല്യൂഷനൊക്കെ പാസ്സാക്കി. എനിക്ക് തോന്നുന്നു വെസ്റ്റ് ബംഗാളിലും പാസ്സാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ ഇന്ത്യൻ പാർലമെന്റിന് അയച്ചു. പക്ഷേ പാർലമെന്റ് ഇതുവരെയ്ക്കും അത് അംഗീകരിച്ചിട്ടില്ല. പാർലമെന്റ് അംഗീകരിച്ച് പ്രസിഡന്റ് അക്സെപ്റ്റ് ചെയ്താലേ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കേരളം ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല. കേരളത്തിന് അങ്ങനെ ആഗ്രഹവും ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ സ്റ്റേറ്റുകൾ സൗത്ത് ഇന്ത്യയിൽ 3 ഉണ്ട്. സൗത്ത് ഇന്ത്യ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലും ഉണ്ട്, UPയിലുണ്ട്, അതുപോലെ ബീഹാറിൽ, ഈസ്റ്റ് ഇന്ത്യയിൽ ബീഹാറിലുണ്ട്. അങ്ങനെ പല സ്റ്റേറ്റുകളിലും ഉണ്ട് ബൈക്യാമറൽ സിസ്റ്റം. അപ്പൊ മെമ്പർ ഓഫ് അതിന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആവണമെങ്കിൽ യു ഷുഡ് ക്രോസ് ദ ഏജ് ഓഫ് 30, അല്ലെങ്കിൽ യു ഷുഡ് അറ്റ്ലീസ്റ്റ് അറ്റൈൻ ദ ഏജ് ഓഫ് 30. 30 വയസ്സെങ്കിലും ആവണം. 30 വയസ്സ്. അതേസമയത്ത് MLA ആവാൻ 25 മതി. MLA ആവാൻ എത്ര മതി? 25 മതി. ഇതുപോലെയാണ് ലോക്സഭയിൽ MP ആവാൻ 25 മതി. ലോക്സഭ MP ആവാൻ 25 മതി. പക്ഷെ രാജ്യസഭ MP ആവാൻ 30 വേണം. സെയിം തന്നെയാണ് MLA MLCയുടെ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പൊ അതൊക്കെ അല്ലാതെ വേറെ ഒന്നും ഇവിടെ പറയാനില്ല ഈ പേജിൽ. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കുറെ ഉണ്ട്. 2 എഡിറ്റോറിയൽസ്. ഫസ്റ്റ് എഡിറ്റോറിയൽ. ആദ്യത്തെ എഡിറ്റോറിയൽ നമ്മൾ ഇലക്ഷനിൽ പോളിംഗ് പെർസെന്റേജ് കുറയുന്നതിനെ കുറിച്ചാണ്. ഇലക്ഷനിൽ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ 2019 അല്ലെങ്കിൽ 2014 ലോക്സഭാ ഇലക്ഷൻസിനെ അപേക്ഷിച്ച്
ഇലക്ഷനിൽ നമ്മളുടെ വോട്ടർ പാർട്ടിസിപ്പേഷൻ കുറയുകയാണ്. ഈ വോട്ടർ പാർട്ടിസിപ്പേഷൻ കുറയുന്നു പറയുമ്പോഴും അതർ ഇലക്ട്രൽ ഡെമോക്രസീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും അത് കുറയുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. ഇപ്പൊ US ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വോട്ടർ ടേൺ ഔട്ട് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഈ വോട്ടർ ടേൺ ഔട്ട് കുറയുന്നത് പറയുമ്പോൾ ഈ എപ്പോഴും ഒരു പെർസെന്റേജ് ബേസിലാണ് പറയുന്നത്. പക്ഷെ പെർസെന്റേജ് ബേസ് അല്ലാതെ അബ്സല്യൂട്ട് നമ്പേഴ്സ് എടുക്കുമ്പോഴും കുറവാണെന്നാണ് പറയുന്നത്. പെർസെന്റേജ് എന്ന് പറയുന്നതാണ് കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ അപേക്ഷിച്ച് ഇത്രയും പെർസെന്റേജ് കുറഞ്ഞു. അബ്സല്യൂട്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആൾക്കാരും ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം വെച്ച് പറയുന്നതാണ്. അപ്പം എങ്ങനെ നോക്കിയാലും കുറഞ്ഞു. അപ്പം ഇതിൽ വേറൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ വിമൻ പാർട്ടിസിപ്പേഷൻ പക്ഷെ കൂടി. പല സ്ഥലങ്ങളിലും മെന്നിന് ഔട്ട് നമ്പർ ചെയ്ത് വിമൻ, അത് പണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. 2014 ശേഷമാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. മെന്നിന് ഔട്ട് നമ്പർ ചെയ്തുകൊണ്ട് വിമൻ വരുന്നത്. അപ്പൊ അത് ആർക്ക് അനുകൂലമായി മാറും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന ഒഡീഷ, ആന്ധ്രാപ്രദേശ് പോലുള്ള സ്റ്റേറ്റുകളിലും യഥാർത്ഥത്തിൽ കുറച്ച് എനിക്ക് തോന്നുന്നു പോളിംഗ് പെർസെന്റേജ് കുറവായിരുന്നു മുന്നിലത്തെ ഇലക്ഷനെ അപേക്ഷിച്ച്. അപ്പൊ അതിന്റെ പെർസെന്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പൊതുവെ ഇലക്ഷൻ വോട്ടേഴ്സിന്റെ ഒരു എന്തൂസിയാസം കൂടുതലായിരിക്കും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ. പക്ഷെ ഇപ്രാവശ്യം അതും ഉണ്ടായില്ല. കർണാടകവും തെലുങ്കാനയിലും മാത്രം ഒരു ഫീബിൾ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഉണ്ടായത് ഒഴിവാക്കിയാൽ വളരെ ലിറ്ററേറ്റ് ആയിട്ടുള്ള, വളരെ ഇലക്ട്രലി അവെയർ ആയിട്ടുള്ള പോപ്പുലേഷനുള്ള കേരളത്തിൽ പോലും 6-7% ഇലക്ഷൻ വോട്ട് കുറയുകയായിരുന്നു. അപ്പം അതുപോലെ പൊതുവെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്ക് ഭയങ്കര പാർട്ടിസിപ്പേഷൻ ആണ്. ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്ക് അവിടെ എല്ലാം പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു ഇപ്രാവശ്യം. അപ്പം ട്രഡീഷണലി വോട്ടർ പാർട്ടിസിപ്പേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പോലും കുറയുന്നു. അപ്പം അതിന്റെ കാരണങ്ങൾ എന്തായിരിക്കും എന്നാണ് ഈ രണ്ടാമത്തേതിൽ അവർ അനലൈസ് ചെയ്യുന്നത്. അതിലൊരു 2-3 കാരണങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, ഇപ്പൊ ഗുജറാത്തിനെയും കേരളത്തിനെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ ഒരു സ്റ്റേറ്റില് അവിടെ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇല്ല, പ്യൂർലി വൺ സൈഡഡ് ആണ് ഇലക്ഷൻ എന്നിരിക്കട്ടെ. ഗുജറാത്തിൽ അതാണല്ലോ, വൺ സൈഡഡ് ഇലക്ഷൻ ആണ്. BJP is going to win all the 26 seats in that state. അത് ഒരു നോൺ കൺക്ലൂഷൻ ആണ്. അപ്പൊ അവിടുത്തെ വോട്ടർ ടേൺ ഔട്ട് കുറയുകയാണ്. അതായിരിക്കും ഒരു കാര്യം. ഇപ്പൊ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ irrespective of success of LDF or UDF candidates, BJP is not a big player in Kerala. അപ്പോൾ they are part of the India bloc. Whoever wins അവിടെ പോയി ഇന്ത്യ ബ്ലോക്കിനായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ BJP is not a big contender here. അപ്പം കേരളത്തിലും അതുപോലെ വോട്ടർ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു. അപ്പം ഒരു സ്ഥലത്ത് പിന്നീട് ഇലക്ഷന്റെ റിസൾട്ട് ഇന്നതായിരിക്കും എന്ന് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ഇലക്ഷനിൽ നിന്ന് ആ ഒരു എന്തൂസിയസം കാണിക്കുന്നത് അതൊരു സത്യമാണല്ലോ. അത് ഇലക്ഷനിൽ നല്ല എവിടെയാണെങ്കിലും. ഇപ്പം പണ്ട് എനിക്ക് ഓർമ്മയുള്ള കാര്യമാണ്, ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ മൈക്കൽ ഷുമാക്കർ സ്ഥിരമായിട്ട് F1 റേസ് വിജയിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴത്തെ മാക്സ് വെർസ്റ്റാപ്പനെ പോലെ. അപ്പം സ്ഥിരമായിട്ട് ഒരാൾ തന്നെ ജയിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് നടക്കാൻ പോകണം നമുക്കറിയാം. അപ്പൊ പതുക്കെ F1 റേസിലുള്ള താല്പര്യം ആൾക്കാർ കുറഞ്ഞു, വ്യൂവർഷിപ്പ് കുറഞ്ഞു. കാര്യം എന്താണ് ഈ ഒരു റേസിൽ നടക്കാൻ പോകുന്നത്? ഇപ്പൊ ഒരു ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്ന റേസ് നടക്കുമ്പോൾ ആ റേസിൽ വിജയിക്കാൻ പോകുന്നത് ഷുമാക്കറാണെന്ന് അറിയെങ്കിൽ പിന്നെ എന്തിനാണെന്ന് കാണുന്നത്. അതുപോലെ ആണ് കേരളത്തിലെയും ഗുജറാത്തിലെയൊക്കെ കാര്യം എടുത്തിട്ട് അവർ പറഞ്ഞു. അതൊരു കാര്യം ആയി കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേഷൻ ഓഫ് ലേബേഴ്സ്, അത് എസ്പെഷ്യലി മെൻ in large numbers are migrating from men in large numbers are migrating from North Indian states to other South Indian states അല്ലെങ്കിൽ ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്ന് വെസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്കൊക്കെയുള്ള മൈഗ്രേഷൻ നടക്കുന്നത്. അപ്പൊ അത് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നത് അത്തരം സ്റ്റേറ്റുകളിൽ കൂടുതലാണ്. ഇപ്പൊ ബീഹാറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഹാറിലേക്കാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ. അവിടെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ വേറെ സ്റ്റേറ്റുകളിലേക്ക് പോകും. അപ്പൊ അവിടെയൊക്കെ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ വാസ് മോർ ആസ് കമ്പയർഡ് ടു മെൻ. അപ്പൊ അതൊരു കാരണമായി കാണാം. പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, ഒബ്വിയസ്ലി ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പം വളരെ സിവിയർ ഹീറ്റ് വേവ് കണ്ടീഷനാണ് ഡൽഹിയിലും മറ്റ് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അത് ഒരു പക്ഷേ ബാധിച്ചു കാണാം. എന്താണെന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം റെമഡിയൽ മെഷേഴ്സ് എടുക്കുക. എന്നിട്ട് അവസാനം ഒരു പറഞ്ഞുകൊണ്ട് അതർ ഇലക്ട്രൽ ഡെമോക്രസീസിനെക്കാളും വോട്ടർ പാർട്ടിസിപ്പേഷൻ ഇന്ത്യയിൽ തന്നെയാണ് കൂടുതൽ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കരുത്. വോട്ടർ ടേൺ ഔട്ട് കുറയുന്നത് ഒരു കോസ് ഓഫ് കൺസേൺ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ദേ ഷുഡ് ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് സം സൊല്യൂഷൻസ് ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഇറ്റ് സെൽഫ്. അത് നമ്മളുടെ ഹെൽത്ത് ഓഫ് ഡെമോക്രസിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ദ ലാസ്റ്റ് ലാപ്പ്, ഈ ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ഒരു പക്ഷേ
നിങ്ങൾക്ക് സ്പോർട്സ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് അത്ര പരിചിതമായിരിക്കത്തില്ല. സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും വളരെ ഈസി ആയിട്ടുള്ള എഡിറ്റോറിയലായിരിക്കും. കാരണം വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ എൻഡുറൻസ് വേണ്ട, സ്റ്റാമിന വേണ്ട ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ടെന്നീസ് ആണെന്ന്. കാരണം ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ 1.5 മണിക്കൂർ വലിയൊരു ഗ്രൗണ്ടിൽ ഓടി കളിക്കുക എന്നത് നല്ല സ്റ്റാമിന ആണ് ഉറപ്പായിട്ടും. പക്ഷെ 1.5 മണിക്കൂർ എന്ന് പറയുന്ന സംഭവം പിന്നെ എക്സ്ട്രാ ടൈമും ഒക്കെ കഴിഞ്ഞ് ഒരു 2-2.25 മണിക്കൂർ കൊണ്ട് എന്തായാലും കഴിയും ഏത് മാച്ചും. അങ്ങനെയല്ല ടെന്നീസ്. ടെന്നീസ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിന്റെ അകത്ത് ഫുൾ ഒരു സിംഗിൾസ് പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഒറ്റയ്ക്ക് അയാൾ ഓടിയാണ് കളിക്കുന്നത്. ചില മാച്ചുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. റോജർ ഫെഡററും റാഫേൽ നദാലും തമ്മിലുള്ള, റോജർ ഫെഡററും നൊവാക് ഡോക്കോവിച്ചും തമ്മിലുള്ള, റാഫേൽ നദാലും നൊവാക് ഡോക്കോവിച്ചും തമ്മിലുള്ള ചില ഗെയിമുകൾ 5 hours ഒക്കെ നീണ്ടു നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് 40 minutes കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്ര 5 മണിക്കൂറൊക്കെ നിന്ന് ഓടി കളിക്കുക എന്ന് പറഞ്ഞാൽ അത് റാക്കറ്റിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാണ്. ബാഡ്മിന്റൺ റാക്കറ്റ് പോലെ അല്ല. അപ്പൊ അത്രയും ഫിസിക്കൽ എൻഡുറൻസ് വേണ്ടുള്ള ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഈ ഗെയിമിൽ 30, 32, 33 ഒക്കെ ഏജ് ആകുമ്പോഴത്തേക്ക് കിളവന്മാരാവും. അപ്പൊ അവർ റിട്ടയർ ആവണം. അങ്ങനെയായിരുന്നു ഒരു അൺറിട്ടൺ റൂൾ ഇൻ ടെന്നീസ് അപ് ടു 2010-15 പീരിയഡ്. ആ സമയത്ത് 3 മഹാരഥന്മാർ, 3 ലെജൻഡുകൾ ടെന്നീസിലേക്ക് വരുന്നു. ആ സമയത്തല്ല അവർ വന്നത് 2000-2005 പീരീഡിൽ തന്നെ വരുന്നു. പക്ഷെ അവരുടെ കരിയറിന്റെ എൻഡിന്റെ പീരീഡിൽ വരുന്ന 2015 ശേഷമാണ് അവർ കരിയറിന്റെ എൻഡിന്റെ ആ ഒരു ഇതിലേക്ക് വരുന്നത്. പക്ഷെ അവരുടെ ആ 2015 സമയത്ത് ആരും റിട്ടയർ ആകുന്നില്ല. ഫെഡറർ പോലും ഏതാണ്ട് 40 വരെ കളിച്ചു. റോജർ ഫെഡറർ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡുകാരനായ പ്ലെയർ പോലും. അപ്പൊ ഏജ് ഡിഫൈയിങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിരുന്നു റാഫേൽ നദാൽ, റോജർ ഫെഡറർ, ഇന്നത്തെ വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആയ നൊവാക് ഡോക്കോവിച്ച്. റാഫേൽ നദാൽ സ്പാനിഷ് പ്ലെയർ ആണെങ്കിൽ റാഫേൽ നദാൽ സ്പാനിഷ് പ്ലെയർ ആണെങ്കിൽ നൊവാക് ഡോക്കോവിച്ച് സെർബിയക്കാരനായ പ്ലെയർ ആണ്. സെർബിയ എന്ന് പറഞ്ഞ യൂറോപ്യൻ കൺട്രി. അതുപോലെ സ്വിറ്റ്സർലൻഡുകാരനായിരുന്നു റോജർ ഫെഡറർ. ഈ 3 ടെന്നീസ് പ്ലേയേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ഒരു 2 decades ആയിട്ട് വേൾഡിലെ ടെന്നീസിനെ കൺട്രോൾ ചെയ്യുന്നതും ഡോമിനേറ്റ് ചെയ്യുന്നതും. അവര് എല്ലാ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൈറ്റിൽസും 1-2 ടൈറ്റിൽസ് ഒഴിച്ച് ബാക്കി ഫുൾ ഈ 3 പ്ലേയേഴ്സിന്റെ ഇടയിൽ ഷെയർ ചെയ്യപ്പെട്ടു. അതിൽ ബിഗ്ഗസ്റ്റ് ഡോമിനൻസ് എപ്പോഴും നൊവാക് ഡോക്കോവിച്ച് തന്നെ ആയിരുന്നു. റോജർ ഫെഡററും നദാലും തൊട്ട് ബാക്കിലും ഉണ്ടായിരുന്നു. ഈ റാഫേൽ നദാൽ ഫെഡറർ ഇപ്പൊ 40 ഒക്കെ ക്രോസ് ചെയ്തു. ഇപ്പൊ അദ്ദേഹം റിട്ടയർ ചെയ്തു 1.5 വർഷം മുമ്പ്. റാഫേൽ നദാൽ കഴിഞ്ഞ 18 ഫ്രഞ്ച് ഓപ്പൺ നടന്നതിൽ 14 വിൻ ചെയ്ത അദ്ദേഹമാണ്. കഴിഞ്ഞ 18 ഫ്രഞ്ച് ഓപ്പണിൽ 14. ഒന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ അദ്ദേഹം ഫ്രഞ്ച് ഓപ്പണിൽ കളിച്ച 116 മാച്ചസിൽ 4 times അങ്ങോട്ട് അദ്ദേഹം പരാജയപ്പെട്ടു. അതിവിടെ പറയുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് വാസ് ഓൺലി ദ 4th time. അതാണ് 116 മാച്ചസ് ആണ് അദ്ദേഹം ഫ്രഞ്ച് ഓപ്പണിൽ കളിച്ചത്. അതിൽ വെറും 4 മാച്ച് അയാൾ തോറ്റിട്ടുണ്ട്. അപ്പൊ അതാണ് ഡോമിനൻസ് ഓഫ് റാഫേൽ നദാൽ ഇൻ ദ ക്ലേ കോർട്ട് ഓഫ് റൊളാൻഡ് ഗാരോസ് എന്ന് പറയുന്നത്. റൊളാൻഡ് ഗാരോസ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന വെന്യൂ ആണ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞാണ്, അത് പഠിച്ചു വെച്ചേക്കാണ് എക്സാമിനൊക്കെ ചോദിക്കുക. റൊളാൻഡ് ഗാരോസ് ഇസ് ദ വെന്യൂ വേർ French Open Grand Slam tennis tournament is taking place, and that surface ആ കളി നടക്കുന്ന സർഫസ് എന്ന് പറഞ്ഞാൽ ക്ലേ കോർട്ട് ആണ്. അതുകൊണ്ടാണ് റാഫേൽ നദാലിന് കിങ് ഓഫ് ക്ലേ കോർട്ട് എന്ന് പറഞ്ഞത്. 18 തവണ അപ്പിയർ ചെയ്തതിൽ 14 തവണ അദ്ദേഹം വിൻ ചെയ്തു. ടോട്ടൽ അദ്ദേഹം 22 ഗ്രാൻഡ് സ്ലാംസ് ആണ് വിൻ ചെയ്തിട്ടുള്ളത്. US ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡനും ഓസ്ട്രേലിയൻ ഓപ്പണും ഉൾപ്പെടുന്ന 4 ഗ്രാൻഡ് സ്ലാംസിൽ മൊത്തം 22 അദ്ദേഹം വിൻ ചെയ്തു. അതിൽ 14 ഫ്രഞ്ച് ഓപ്പൺ ആണ്. ബാക്കി 8 അദ്ദേഹം വിൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം കൂടെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം വിൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ നൊവാക് ഡോക്കോവിച്ച് ആണ്. വേൾഡ് നമ്പർ 1, 24 ഗ്രാൻഡ് സ്ലാംസ്. 24 ഗ്രാൻഡ് സ്ലാംസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ 2 പേരെ വിൻ ചെയ്തിട്ടുള്ളൂ. ഒന്ന് നൊവാക് ഡോക്കോവിച്ച് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ വേൾഡ് നമ്പർ 1 പ്ലെയറും, പിന്നെ പണ്ട് കളിച്ചിരുന്ന ഒരു വുമൻ മാർഗരറ്റ് കോർട്ടും. മാർഗരറ്റിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് എന്തായാലും അറിയാം. മാർഗരറ്റ് കോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെന്നീസ് കോർട്ടിന്റെ ആ സ്പെല്ലിംഗ് COURT. മാർഗരറ്റ് കോർട്ട് എന്ന് പറഞ്ഞ ഫീമെയിൽ ടെന്നീസ് പ്ലെയർ വർഷങ്ങൾക്ക് ഡെക്കേഡ്സ് ബിഫോർ അവരും. പിന്നെ ഇപ്പോ നൊവാക് ഡോക്കോവിച്ച് മാത്രമാണ് 24 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുള്ളത്. സോ ഹി നൗ ഈക്വൽ ദ റെക്കോർഡ് ഓഫ് മാർഗരറ്റ് കോർട്ട്. ഇനി ഇപ്രാവശ്യത്തെ ഫ്രഞ്ച് ഓപ്പണോ അല്ലെങ്കിൽ ഇനി വരാൻ പോണ വിംബിൾഡണോ അല്ലെങ്കിൽ അതിനുശേഷം വരാൻ പോണ US ഓപ്പണോ അങ്ങനെ ഒരെണ്ണം വിജയിച്ചാൽ നൊവാക് ഡോക്കോവിച്ച് ടൈറ്റിൽസിന്റെ എണ്ണം 25 ആവും. സോ ഹി വിൽ ഗോ ടു ദ ന്യൂമറോ യൂണോ പൊസിഷൻ. അദ്ദേഹം ഒറ്റയ്ക്ക് ആ വേൾഡ് റെക്കോർഡ് ഹോൾഡർ, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്തത്. ഇതില് ഈ എഡിറ്റോറിയൽ പറയുന്ന ഫുൾ നദാലിനെ കുറിച്ചാണ്. ഞാൻ പെട്ടെന്ന് ഇത് വന്നാൽ പറഞ്ഞു തരാം. എന്തായാലും നദാലിന്റെ കരിയർ ഫ്രഞ്ച് ഓപ്പണിൽ അവസാനിക്കുകയാണ്. ഇപ്രാവശ്യം നദാൽ ഏതാണ്ട് പരിക്ക് മൂലം 1 വർഷത്തിന്
ഒരു വർഷത്തോളം ടെന്നീസ് കോർട്ടിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത് നിന്നതിന് ശേഷം ഹി കെയിം ബാക്ക് ടു ഫ്രഞ്ച് ഓപ്പൺ ഫോർ പ്ലേയിങ് ഇൻ ഹിസ് ഫേവറേറ്റ് സർഫസ് ദാറ്റ് ക്ലേ കോർട്ട് ഇൻ റൊളാൻഡ് ഗാരോസ്. ബട്ട് ഹി ഫെയിൽഡ് ഇൻ ദ ഫസ്റ്റ് മാച്ച് ഇറ്റ് സെൽഫ് അഗെയിൻസ്റ്റ് അലക്സാണ്ടർ സെവറേവ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ പ്ലെയറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം പരാജയപ്പെടുകയാണ്. ഫസ്റ്റ് റൗണ്ട് എക്സിറ്റ് ആദ്യമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു റാഫേൽ നദാൽ ഫസ്റ്റ് റൗണ്ടിൽ എക്സിറ്റ് ആയി പോകുന്നത് ഫ്രഞ്ച് ഓപ്പണിൽ. ഇത് ഏതാണ്ട് അദ്ദേഹത്തിന്റെ കരിയറിന്റെ എൻഡാണ്. ഇനി ഒരു ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല ആ ലെജൻഡറി പ്ലെയറിന്. അദ്ദേഹം പക്ഷേ റിട്ടയർമെന്റ് ഒന്നും പ്രഖ്യാപിച്ചില്ല. സംടൈംസ് ഹി വിൽ ബി ബാക്ക് ഇൻ 2025 ഫോർ നെക്സ്റ്റ് ഫ്രഞ്ച് ഓപ്പൺ. പക്ഷെ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഏജ് ഏതാണ്ട് 40 അടുപ്പിക്കും. അദ്ദേഹത്തിന്റെ ഇനിയൊരു ഫ്രഞ്ച് ഓപ്പണിൽ അദ്ദേഹത്തിന് ബാല്യം ഉണ്ടോ എന്ന് ഒരു ഉറപ്പുമില്ല. അപ്പൊ അതിനെ കുറിച്ചാണ്. പക്ഷെ ഇപ്പോഴത്തെ ഫ്രഞ്ച് ഓപ്പണിൽ ആര് ഏറ്റവും ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വേൾഡ് നമ്പർ 1 ആയ നൊവാക് ഡോക്കോവിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്യാൻ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ നദാലിനെ തോപ്പിച്ച് ഫസ്റ്റ് റൗണ്ടിൽ പുറത്താക്കിയ അലക്സാണ്ടർ സെവറേവ് ഉണ്ട്. അതുപോലെ കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്ന വേൾഡ് നമ്പർ 2 പ്ലെയർ ആയിരുന്നു അദ്ദേഹം. ഇപ്പൊ നമ്പർ 2 ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ചെക്ക് ചെയ്ത് നോക്കണം. കാർലോസ് അൽക്കാരസ് ഈ നദാലിന്റെ തന്നെ നാട്ടുകാരനാണ്, സ്പാനിഷ് ആണ്. ഇവരൊക്കെയാണ് ഇപ്പോഴത്തെ ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്യാൻ ഫേവറേറ്റ്സ്. അതുപോലെ ഫീമെയിൽ ടൈറ്റിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ചാമ്പ്യൻ ഇഗ സ്വിയടെക് ആണെന്ന് തോന്നുന്നു. ഇവിടെ കാണും. ഇഗ സ്വിയടെക് IG ആണെന്ന് എഴുതിയിരിക്കുന്നത്. ഇഗ സ്വിയടെക് എന്ന് പറഞ്ഞ പ്ലെയർ ആണ്. ഇപ്പോഴത്തെ വേൾഡ് നമ്പർ 1 അവരാണെന്ന് തോന്നുന്നു. അവരാണ് ഇപ്പോഴത്തെ ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്യാൻ ഫേവറേറ്റ് ഫീമെയിലിൽ. പിന്നെ ആര്യാന സബലങ്ക എന്നൊക്കെ പറഞ്ഞ പ്ലെയേഴ്സ് ഉണ്ട്. അവരൊക്കെ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇന്ത്യക്കാരുടെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സുമിത് നഗൽ എന്ന് പറഞ്ഞ ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ പുറത്തായി. ഇനി ആരുമില്ല സിംഗിൾസിൽ സുമിത് നഗൽ. ഈ പേരൊക്കെ ഞാൻ എഴുതിയിടുന്നത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, സുമിത് നഗൽ. ഇനി ഡബിൾസിലാണെങ്കിൽ ഇന്ത്യക്ക് ചാൻസ് ഉണ്ട്. രോഹൻ ബൊപ്പണ്ണ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഹൻ ബൊപ്പണ്ണ ആൻഡ് യൂക്കി ബാംബ്രി. രോഹൻ ബൊപ്പണ്ണ ആൻഡ് യൂക്കി ബാംബ്രി, YUKI, യൂക്കി ബാംബ്രി. ഇനി നമ്മളുടെ ഈ പേജിലെ മറ്റ് ഇതിലേക്ക് പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ സർപ്രൈസ് എൻട്രന്റ് ഇൻ പോൾ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. ഇതിൽ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വായിക്കാൻ താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. ഇന്ത്യൻ ഇലക്ഷനിൽ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ ബിക്കം എ മേജർ ഫാക്ടർ ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നൗ ദ സെൻട്രൽ തീം ഓഫ് ഒപ്പോസിഷൻസ് ക്യാമ്പയിനിങ്. അവർ പറയാന്ന് വെച്ചാൽ വൺസ് BJP അച്ചീവ്ഡ് 400 seat in this election, then definitely they are going to change the constitution and they will abolish the reservation. That is a false agenda of opposition. അത് ഉറപ്പാണ്. ഒരു പാർട്ടിക്ക് ധൈര്യം കാണത്തില്ല ഈ ദളിത് റിസർവേഷനോ അല്ലെങ്കിൽ OBC റിസർവേഷനോ എടുത്ത് മാറ്റാൻ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഭരണത്തിൽ ഇപ്പൊ BJP വന്ന അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ദളിതരും OBC ഒക്കെയാണ്. ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അതൊരു ഫാൾസ് പ്രൊപ്പഗൻഡയാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് റെസൊണേറ്റഡ് വിത്ത് ദ പീപ്പിൾ ഇൻ ദ ബാക്ക്വേർഡ് കാറ്റഗറീസ്. Many of the people are concerned about that thing, and in many North Indian states it is going to influence the outcome of the election എന്നുള്ള രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണിത്. മനസ്സിലായി? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഇന്ത്യയുടെ ഭരണം ചക്രം തിരിയേണ്ടത് എങ്ങനെയാണെന്ന് എഴുതി വെച്ചേക്കുന്ന നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും സിറ്റിസൺഷിപ്പും ഇന്ത്യയുടെ പാർലമെന്റ് എങ്ങനെയായിരിക്കണം, ഇന്ത്യയുടെ സുപ്രീം കോർട്ട് എങ്ങനെയായിരിക്കണം, ഹൈക്കോർട്ട് എങ്ങനെയായിരിക്കണം, ഇന്ത്യയുടെ ഇങ്ങനെയുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നെല്ലാം എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്നതിന്റെ ബാക്ക് ബോൺ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം. അത് ചേഞ്ച് ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ ആൾക്കാർ കൺസേൺഡ് ആവാം. സോ അത് ഇലക്ഷന്റെ ക്യാമ്പയിനിങ്ങിന്റെ ഒരു അജണ്ടയായിട്ട് മാറി. അത് വളരെ സർപ്രൈസ് ആയിട്ടാണ് സംഭവിച്ചത്. അതിനെ കുറിച്ചൊക്കെയാണ് ഈ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. സ്റ്റിൽ നോ സൈൻ ഓഫ് ദ ലാംഗ്വേജ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഇത് യഥാർത്ഥത്തിൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ സൈൻ ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെ പക്ഷേ നിങ്ങൾ ഈ ആർട്ടിക്കിൾ വായിച്ചാൽ നല്ലതായിരിക്കും. ദ ക്വസ്റ്റ്യൻ ഓഫ് പാലസ്റ്റീൻസ് UN മെമ്പർഷിപ്പ്. ദ ക്വസ്റ്റ്യൻ ഓഫ് പാലസ്റ്റീൻസ് UN മെമ്പർഷിപ്പ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പാലസ്റ്റീൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് UN മെമ്പർഷിപ്പ് ഇല്ല. സോ ഈ UN മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒഫീഷ്യലി ഒരു കൺട്രി ആയിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഇന്ത്യക്ക് UN മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ ഇന്ത്യ ഒരു കൺട്രി ആയിട്ടൊന്നും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. UN മെമ്പർഷിപ്പ് ഈസ് എ പ്രീ റിക്വസ്റ്റ്. അങ്ങനെ ഒരു അൺറിട്ടൺ റൂളൊന്നും ഇല്ല, റിട്ടൺ റൂളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെയാണ് പൊതുവെ ലോകം കരുതുന്നത്. പക്ഷെ UN മെമ്പർഷിപ്പ് കിട്ടണം, യുണൈറ്റഡ് നേഷൻസിന് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള USA, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന ഇവരാണല്ലോ P5 പെർമനന്റ് 5 എന്നറിയപ്പെടുന്ന UN സെക്യൂരിറ്റി കൗൺസിലില്. അവരാരും വീറ്റോ ചെയ്യാതെ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
പ്ലസ് അതിനുശേഷം UNGA എന്ന് പറഞ്ഞാൽ UN ജനറൽ അസംബ്ലി, അതിൽ എല്ലാ രാജ്യങ്ങളും ഉണ്ട്. 192 കൺട്രീസ് അങ്ങനെയാണ് ഇപ്പം UN-ലുള്ളത്. 193 കൺട്രീസ് ആണ് UN-ലുള്ളത്. അവരെല്ലാവരും ഉള്ളതാണ് UNGA, UN ജനറൽ അസംബ്ലി. അപ്പൊ ആദ്യം UN സെക്യൂരിറ്റി കൗൺസിൽ. സോ UN സെക്യൂരിറ്റി കൗൺസിലിനകത്ത് എത്ര P5 എന്ന് ഞാൻ പറഞ്ഞ പെർമനന്റ് 5 പ്ലസ് 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ്. ഇവർ 10 പേരും ഈ P5 കൂടെ ചേർന്ന് 15 പേരാണ് UN സെക്യൂരിറ്റി കൗൺസിൽ ഉള്ളത്. പക്ഷെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇപ്പൊ പാലസ്റ്റീനിന് മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇഫക്റ്റീവ്ലി P5 സപ്പോർട്ട് ചെയ്താൽ മതി. കാര്യം എന്താണ്, ഇവർക്ക് ഈ 10 പേർക്ക് വീറ്റോ പവർ ഇല്ല. അത് ഇവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് UNGA-യിലേക്ക് വരും, യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിലേക്ക് വരും. അതിൽ 193 കൺട്രീസാ ഉള്ളത്. ആ ജനറൽ അസംബ്ലിയിൽ 2/3 മെജോറിറ്റിയോടുകൂടി ആൾക്കാർ ഈ 193 രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട, അതിൽ 2/3 രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോ ഒരു രാജ്യത്തിന് എന്തോ കിട്ടിയാണ്, UN മെമ്പർഷിപ്പ് കിട്ടിയാണ്. ഇപ്പോ പാലസ്റ്റീനിന് സംഭവിക്കുന്ന എന്താണ് പ്രശ്നം എന്ന് വെച്ചാല്, ഈ പാലസ്റ്റീൻ 2011 മറ്റോ ഇതുപോലെ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട് മെമ്പർഷിപ്പിന്. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ 2024 അപ്ലൈ ചെയ്തു. 2011 ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോ എപ്പോഴും ഈ കടമ്പ കടക്കൂല, UN സെക്യൂരിറ്റി കൗൺസിൽ കടമ്പ. വൈ? UN സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പേഴ്സ് ഒന്ന് നോക്കിയേ, USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ. ഇതിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുഹൃത്താരാണ്? USA. ഇസ്രായേലിന്റെ എല്ലാ ചെയ്തിയൊക്കെ കൂട്ടിയിരിക്കുന്നവരാണ് USA. അപ്പോ ഉറപ്പായിട്ടും P5-ല് USA എന്ത് ചെയ്യും? വീറ്റോ ചെയ്യും. P5-ലെ USA എന്ത് ചെയ്യും? പാലസ്റ്റീനിന് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് വീറ്റോ ചെയ്യും. അത് തന്നെയാണ് അവർ സംഭവിച്ചത്. 2011 ആ സമയത്ത് അവർ ചെയ്തതും ഇപ്പൊ 2024 പാലസ്റ്റീൻ അഗൈൻ അപ്ലൈ ചെയ്തപ്പം അപ്പോഴും P5-ലെ USA വീറ്റോ ചെയ്യാണ്. വീറ്റോ പവർ ഉള്ളത് കൊണ്ട് ബാക്കി 4 പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4 പേര് സപ്പോർട്ട് ചെയ്താലും ഈ UNSC എന്ന് പറഞ്ഞ കടമ്പ കടക്കൂല. കടന്നാലേ UNGA-യിലേക്ക് പോകാൻ പറ്റൂ. UNGA ചെന്ന ഉറപ്പായിട്ടും 2/3 ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, ഉറപ്പാണ്. അറബ് വേൾഡിലെ തന്നെ 10-15 രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനിലേക്ക്. പിന്നെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ മെജോറിറ്റി, ഇന്ത്യയൊക്കെ എപ്പോഴും സപ്പോർട്ടാണ് പാലസ്റ്റീനിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ. ഓക്കെ, ഇന്ത്യ ഇന്നുവരെ ഒരു രാജ്യത്തിന് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് ഒപ്പോസിറ്റില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയ്ക്ക് കൊടുക്കുന്നതിന് ഉൾപ്പെടെ ഇന്ത്യ ഓപ്പോസിറ്റില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ വായിക്കാൻ മനസ്സിലാവുന്നത്. സോ ഇത് നിങ്ങളൊന്നും വായിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഇതൊന്നും വേണ്ട, ഇതും വേണ്ട. അതിനടുത്ത പേജില് ഓൺ ഫയർ സേഫ്റ്റി റെഗുലേഷൻസ് ഇൻ ഇന്ത്യ, അത് ഡിസാസ്റ്റർ മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. നിങ്ങൾ ഇപ്പം സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അതൊന്ന് വായിച്ചോളുക. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയില്ലായിരുന്നു, രാവിലെ ടൈം കിട്ടിയില്ല. നോക്കിയെങ്കിൽ ഞാൻ പറഞ്ഞുതരായിരുന്നു. ഓക്കെ, പിന്നെ നമ്മള് അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ രാജ്കോട്ട് ഫയർ ട്രാജഡിയെ കുറിച്ചുള്ള ഇത് ഞാൻ ഇന്നലെ അതൊക്കെ ഡിസ്കസ് ചെയ്ത് തരാം. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ ഫയർ ട്രാജഡി ഉണ്ടായത് എവിടെയൊക്കെയാണ്? രാജ്കോട്ട് ഗുജറാത്തിൽ ഒരു ഗെയിമിംഗ് സോണിൽ, അതുപോലെ ഡൽഹിയിൽ ഒരു ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. അപ്പം അറിഞ്ഞിരിക്കുക. പിന്നെ ഈ പേജിൽ ബാക്കി ഒരു ന്യൂസ്, നമുക്ക് ഒരു ന്യൂസ് ഉണ്ട്. ഇന്ത്യ ഓഫേഴ്സ് $1 million aid to പാപ്പുവ ന്യൂ ഗിനിയ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, പാപ്പുവ ന്യൂ ഗിനിയയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, അതായത് മണ്ണിടിച്ചിൽ ഉണ്ടായി. അതില് 2000-ഓളം ആൾക്കാർ ജീവനോടെ ബറി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർ മരിച്ചു കാണും എല്ലാവരും. കാര്യം അവിടെ പോയി അവരെ റെസ്ക്യൂ ചെയ്യാനുള്ള ഒന്നും പോലും അവിടെ ഇല്ല. അതുകൊണ്ട് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു മണ്ണുമാന്തി യന്ത്രം ഉണ്ടല്ലോ, ഈ മണ്ണ് മാറ്റാൻ 2 നില ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ മണ്ണ് കിടക്കുകയാണ് ഈ ആൾക്കാരുടെ മുകളിൽ കൂടെ. 2 നില ആ മണ്ണ് മാറ്റാൻ ഒരു മണ്ണുമാന്തി യന്ത്രം മാത്രമാണ് 2 days കൊണ്ട് അവിടെ എത്തിയത്. അപ്പൊ അവിടുത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. മരിച്ചവർ മരിച്ചു എന്നുള്ള അവസ്ഥയിലാണ്. ആ ഡെഡ് ബോഡി പോലും കണ്ടെടുക്കാൻ ഇതുവരെയും പറ്റുന്നില്ല. ഇപ്പൊ ഓസ്ട്രേലിയയൊക്കെ സഹായം പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ പാപ്പുവ ന്യൂ ഗിനി എന്ന് പറഞ്ഞാൽ എന്തായാലും പറഞ്ഞു, പസഫിക് ഓഷനിലെ ഒരു ഐലൻഡ് നേഷൻ ആണ്. പക്ഷെ ഇന്ത്യക്ക് അവരുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധം ഉണ്ട്. കാരണം ഇന്ത്യ പസഫിക് ഐലൻഡ് കോഓപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫോറം ഫോർ FIPIC എന്ന് പറയും. ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോഓപ്പറേഷൻ. ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോഓപ്പറേഷൻ. ഇന്ത്യൻ ഓഷനിലെയും പസഫിക് ഓഷനിലെയും ഐലൻഡുകളുടെ കോഓപ്പറേഷൻ ആണ്. അതിൽ ഇന്ത്യ ഉണ്ട്, മനസ്സിലായി. ഇന്ത്യ ഐലൻഡ് അല്ല, പക്ഷെ സ്റ്റിൽ ഇന്ത്യ ഉണ്ട്. അപ്പൊ ആ പാപ്പുവ ന്യൂ ഗിനിയക്ക് ഇന്ത്യ $1 million സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ താഴോട്ട് വരുമ്പോ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇവിടെ മെയ്റ്റി സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് റേസ് ക്വസ്റ്റ്യൻസ് ഓവർ ടാർഗറ്റഡ് അറ്റാക്ക് ഇൻ മണിപ്പൂർ എന്നൊരു ന്യൂസ് കാണാം. മെയ്റ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. മണിപ്പൂരിൽ കലാപം നടന്ന അവിടുത്തെ
മെജോറിറ്റി കമ്മ്യൂണിറ്റിയായ മെയ്റ്റി കമ്മ്യൂണിറ്റിയും അവിടുത്തെ ട്രൈബൽ പോപ്പുലേഷനായ കുക്കി കമ്മ്യൂണിറ്റിയും തമ്മിലാണ് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. കുക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. പിന്നെ ഇത് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ്. അതിനടുത്ത പേജില് ഇലക്ഷൻ കമ്മീഷൻ റിലീസസ് അബ്സല്യൂട്ട് നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ഇൻ ഫേസ് 6. ഫേസ് 6ലും പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ അബ്സല്യൂട്ട് നമ്പേഴ്സ് ഇലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്തതാണ്. നല്ല കാര്യം. ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നടപടികൾ സഹായിക്കും. ഇതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ. ട്രാൻസ്പെറൻസി ഇംപ്രൂവ് ചെയ്യാൻ എത്രത്തോളം നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് എടുക്കാമോ അത്രത്തോളം നടപടികൾ എടുക്കുക. അപ്പൊ അത്തരത്തിൽ കുറെ വെസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും കുറച്ച് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും നമ്മളുടെ ഇലക്ട്രൽ പ്രോസസ്സിൽ കൊണ്ടുവരുന്ന എന്താ പറയുന്ന ഒരു ഡൗട്ട്സ് അതില്ലാതാക്കാൻ അത് സഹായിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ് രാജീവ് കുമാർ, ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. മോഡി ടു മെഡിറ്റേറ്റ് അറ്റ് വിവേകാനന്ദ മെമ്മോറിയൽ എന്നൊരു ന്യൂസ് കാണാം. മോഡി എല്ലാ വർഷവും ഇലക്ഷൻ ക്യാമ്പയിനിങ് കംപ്ലീറ്റ്ലി ലോക്സഭ ഇലക്ഷൻ ക്യാമ്പയിനിങ് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് പോയി മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം കേദാർനാഥിലും കണ്ടാണ് മെഡിറ്റേറ്റ് ചെയ്തത്. ഇപ്രാവശ്യം എനിക്ക് അതല്ല പറയാനുള്ളത്. ഇതിൽ സ്വാമി വിവേകാനന്ദ മെമ്മോറിയൽ എന്നൊരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്വാമി വിവേകാനന്ദ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവേകാനന്ദ പാറയില്, നമ്മൾ വിവേകാനന്ദ റോക്ക് എന്ന് പറയുന്ന കന്യാകുമാരിയില് വിവേകാനന്ദർ ഒരു സമയത്ത് മെഡിറ്റേറ്റ് ചെയ്ത സ്ഥലമാണ്. അതാണ് പിന്നീട് വിവേകാനന്ദ പാറയായിട്ടൊക്കെ മാറിയത്. അപ്പം അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. അതിനടുത്ത പേജിൽ പോകുമ്പോ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്തിനെ കുറിച്ചൊരു ന്യൂസാണ്. ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്തിനെ കുറിച്ച് ഒരു ന്യൂസാണ്. അതായത് ക്രെഡിറ്റ് ഗ്രോത്ത് ടു സ്ലോ ടു 14% ഓൺ റിസ്ക് വെയ്റ്റ്സ് സോഫ്റ്റ് GDP എന്നൊരു ന്യൂസാണ്. ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ലോൺ ഗ്രോത്ത്. ഇന്ത്യൻ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബാങ്കുകളുടെ ടോട്ടൽ പ്രോഫിറ്റ് 3 ലക്ഷം കോടി ക്രോസ് ചെയ്തു കഴിഞ്ഞ വർഷം. 3 lakhs crores. ഞാനൊരു ചെറിയ വീഡിയോ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ എന്റെ ചാനലിൽ ഇട്ടിരുന്നു. അതിന് ഞാൻ പറഞ്ഞ 1,41,000 കോടി രൂപ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നാണ്. ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ അതിൽ 60,000 കോടിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആണ്. ബാക്കി അതർ പബ്ലിക് സെക്ടർ ബാങ്കുകളെല്ലാം കൂടെ ചേർത്ത് 1.41 lakhs crores ആണ് കഴിഞ്ഞ വർഷത്തെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ പ്രോഫിറ്റ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ 1,70,000 കോടി. പബ്ലിക് സെക്ടറിനെക്കാളും കൂടുതലാണ് HDFC, ICICIയുടെയും ആക്സിസിന്റെ ഒക്കെ പ്രോഫിറ്റ്. അപ്പം 1,70,000 പ്ലസ് 1,40,000 ഏതാണ്ട് 3,10,000 കോടിയോളം ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ ബാങ്കുകളുടെ പ്രോഫിറ്റ്. അതിന്റെ കാരണം ക്രെഡിറ്റ് ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടുന്നതാണ്. കാരണം ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ വലിയ രീതിയിൽ ലോൺ എടുക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ലോൺ, നമുക്ക് തരുന്ന ലോണിനാണ് റീറ്റെയിൽ ലോൺ എന്ന് പറയുന്നത്, അതും കിട്ടുന്നുണ്ട് അവർക്ക് ഇഷ്ടം പോലെ. ലോൺ കിട്ടിയാൽ മാത്രം പോലെ ആൾക്കാർ തിരിച്ചടയ്ക്കും കൂടാണ്, കറക്റ്റ് ആയിട്ട് ഒരുവിധം തിരിച്ചടയ്ക്കുന്നുണ്ട്. അതായത് അവരുടെ NPA പ്രോബ്ലം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ബാഡ് ലോൺസ് അല്ലെങ്കിൽ NPA നോൺ പെർഫോമിംഗ് അസറ്റ്, ബാങ്കുകളുടെ നോൺ പെർഫോമിംഗ് അസറ്റ് 3 months, അതായത് 90 days കഴിഞ്ഞാൽ ഒരു എടുത്ത ലോൺ തിരിച്ചടച്ചില്ലെങ്കിലാണ് അതിനെ നോൺ പെർഫോമിംഗ് അസറ്റ് ബാഡ് ലോൺ എന്ന് പറഞ്ഞാൽ ആ ബാഡ് ലോൺ പ്രോബ്ലം കുറഞ്ഞു. അപ്പൊ അവരുടെ ക്രെഡിറ്റ് ക്വാളിറ്റിയും കൂടി. ലോൺ കൊടുക്കുമ്പോൾ ലോൺ മാത്രം കൊടുത്താൽ പോരുള്ളൂ, തിരിച്ചടവും കറക്റ്റ് ആയിട്ട് നടന്നാലേ അതിന്റെ ക്വാളിറ്റി കൂടുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ബാങ്കുകളുടെ പ്രോഫിറ്റ് കൂടാനുള്ള കാരണം. പക്ഷെ ഇപ്രാവശ്യം ഈ ലോൺ ഗ്രോത്ത് കുറച്ച് കുറവായിരിക്കും, 14% കാണുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞേക്കുന്നത് ക്രിസിൽ ആണ്. ക്രിസിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ക്രിസിലിന്റെ എക്സ്പാൻഷൻ ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ക്രിസിൽ. ബാക്കി അവിടെ NCLAT കുറിച്ചൊരു ന്യൂസ് കാണാം. NCLAT എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു കോർട്ടാണ്, വിച്ച് ഡീൽസ് വിത്ത് ഓൺലി കോർപ്പറേറ്റുകളായിട്ട് മാത്രം ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ കോർപ്പറേറ്റ് റിലേറ്റഡ് കേസസ് മാത്രം ഡീൽ ചെയ്യുന്ന 2 കോർട്ടുകളാണ് NCLTയും NCLATയും. NCLT നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇത് ലോവർ കോർട്ട്, ഇത് അപ്പർ കോർട്ട്. NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. ബാക്കി ഇവിടെ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇതിൽ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വയലേറ്റഡ് 1999 അഗ്രിമെന്റ് സൈൻഡ് വിത്ത് ഇന്ത്യ, നവാസ് ഷെരീഫ്. അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം 1999 നവാസ് ഷെരീഫ് തന്നെയായിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ. ഇപ്പൊ നവാസ് ഷെരീഫ് അവിടെ പ്രൈം മിനിസ്റ്റർ എന്നല്ല, നവാസ് ഷെരീഫിന്റെ ബ്രദർ ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ. ഈ നവാസ് ഷെരീഫ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഇവർ രണ്ടുപേരോട് ചേർന്ന് 1990 ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. ആ എഗ്രിമെന്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് കാർഗിൽ വാർ അന്നത്തെ പാകിസ്ഥാനി ആർമി ചീഫായ പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ നടത്തിയെന്ന് അദ്ദേഹം ഒരു അഡ്മിഷൻ നടത്തിയിരിക്കുകയാണ്.
പിന്നെ അത് നമ്മൾ വേറെ ഒന്നും പറയാമല്ലോ അല്ലേ. പിന്നെ പോളണ്ട് ഷുഡ് നോട്ട് റൂൾ ഔട്ട് സെൻഡിങ് ട്രൂപ്സ് ടു യുക്രൈൻ എന്നൊരു ന്യൂസ് കാണാം. പോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം യുക്രൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട് യുക്രൈനിലേക്ക് ട്രൂപ്സിനെ സെൻഡ് ചെയ്യാൻ മടിക്കൂലെന്ന്. ചെന്ന് കയറി കൊടുത്താൽ റഷ്യക്കാർ തിരിച്ച് നല്ലത് കൊടുക്കും. കാര്യം വെറുതെ ആവശ്യമില്ലാതെ ഒരു വേൾഡ് വാർ ഉണ്ടാക്കാനാണ് ഇവന്മാരൊക്കെ ശ്രമിക്കുന്നത്. യുക്രൈന് കിട്ടേണ്ട യുക്രൈന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പരാജയപ്പെടുന്നെങ്കിൽ പരാജയപ്പെട്ടോട്ടെ, അതാണ് അവിടെ വേണ്ടത്. കാരണം അതിനപ്പുറത്തേക്ക് ഇതിൽ വേറെ ആൾക്കാർ ഇൻവോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പണിയാവും. അപ്പൊ പോളണ്ടിന്റെ ക്യാപിറ്റൽ ഏതാണ്? വാഴ്സയാണ്. പോളണ്ടിന്റെ ക്യാപിറ്റൽ വാഴ്സ. പോളണ്ടിന്റെ പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്റർ ഡൊണാൾഡ് ടസ്ക്, പോളിഷ് പ്രൈം മിനിസ്റ്റർ. പിന്നെ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ 100 തവണ പറഞ്ഞിട്ടുള്ളതാണ്, അത് പ്രത്യേകിച്ചൊന്നും പറയില്ല. പിന്നെ അവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നോർവേ, അയർലൻഡ് ആൻഡ് സ്പെയിൻ റെക്കഗ്നൈസ് പാലസ്റ്റീനിയൻ സ്റ്റേറ്റ്. ഞാനത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നോർവേ, അയർലൻഡ് ആൻഡ് സ്പെയിൻ ഈസ് ഗോയിങ് ടു റെക്കഗ്നൈസ് പാലസ്റ്റീൻ as a protest against Israel's invasion in Rafah and other cities in Gaza. അപ്പം അതൊരു സിംബോളിക് പ്രൊട്ടസ്റ്റ് ആണ്. അപ്പൊ ഇന്നലെ അവരത് ആ തീരുമാനം ഫോർമലൈസ് ചെയ്തു. നോർവേ, അയർലൻഡ്, അതുപോലെ സ്പെയിൻ, ഈ 3 രാജ്യങ്ങളും പാലസ്റ്റീൻ എന്ന് പറയുന്ന നേഷനെ ഫോർമലി റെക്കഗ്നൈസ് ചെയ്തു. അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, ഒരു സിംബോളിക് പ്രൊട്ടസ്റ്റ്. ഇത് UN റെക്കഗ്നൈസ് ചെയ്തേ കാര്യമുള്ളൂ. ഓക്കെ. അപ്പം നോർവേയുടെ ക്യാപിറ്റൽ ഏതാ? ഓസ്ലോ. നോർവേയുടെ ക്യാപിറ്റൽ ഏതാണ്? ഓസ്ലോ. സ്പെയിനിന്റെ ക്യാപിറ്റൽ ഏതാണ്? മാഡ്രിഡ്. സ്പെയിനിന്റെ ക്യാപിറ്റൽ മാഡ്രിഡ് ആണ്. അതുപോലെ അയർലൻഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? ഡബ്ലിൻ ആണ്. ഡബ്ലിൻ, DUBLIN. അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേരാണ് സൈമൺ ഹാരിസ്. നോർവേയുടെ പ്രൈം മിനിസ്റ്റർ എനിക്ക് ഓർമ്മയില്ല. സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാഞ്ചസ് ആണ്. സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ. നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ആരെന്ന് നോക്കിയോ. അതുപോലെ തൈവാന്റെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഇവിടെ കാണാം. തൈവാന്റെ പ്രസിഡന്റ് ഞാൻ എപ്പോഴും പറഞ്ഞാണ്, ഇന്നലെയും പറഞ്ഞാണ്, തൈവാന്റെ പുതിയ പ്രസിഡന്റ് ആണ് ലായ് ചിങ് തേ ആണ് തൈവാന്റെ പുതിയ പ്രസിഡന്റ്. ഇത്രയാണ് ഇന്റർനാഷണൽ പേജിൽ എനിക്ക് പറയാനുള്ളത്. അതായത് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ടെന്നീസിലെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ പ്ലെയർ. ഒരു സമയത്ത് ഇന്ത്യൻ ടെന്നീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പുരുഷന്മാരിൽ ഇയാളെ മാത്രമേ ഓർമ്മ വരുള്ളായിരുന്നു, ലിയാണ്ടർ പേസിന് ടെന്നീസിന്റെ ഹാൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ടെന്നീസിലെ മഹാരഥന്മാരായിട്ടുള്ള ലെജൻഡ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ അതിലേക്ക് എടുക്കുള്ളൂ, ഹാൾ ഓഫ് ഫെയിമിലേക്ക്. അപ്പൊ ഹാൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ലിയാണ്ടർ പേസ്. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോഴും അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ വരെ ഡിസ്കസ് ചെയ്താണ്. പിന്നെ T20 വേൾഡ് കപ്പ് തുടങ്ങാൻ പോകുന്നു, അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും വെച്ച്. അതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. T20 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. പാരീസിൽ വെച്ച് ഒളിമ്പിക്സ് അടുത്ത മാസത്തിന്റെ അവസാനത്തോടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. പിന്നെ പ്രജ്ഞാനന്ദയെ കുറിച്ചും കൊനേരു ഹംപിയെ കുറിച്ചൊക്കെ ന്യൂസ് കാണാം. അവിടെ പ്രജ്ഞാനന്ദയും കൊനേരു ഹംപിയും ഇന്ത്യയുടെ ഏറ്റവും മികച്ച 2 ചെസ് പ്ലേയേഴ്സ് ആണ്. അവര് ഒരു നോർവേ ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. പിന്നെ ഇന്ത്യയുടെ വേൾഡ് നമ്പർ 1 ബാഡ്മിന്റൺ ഡബിൾസ് ബാഡ്മിന്റൺ പെയറായ സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടിയെ കുറിച്ചൊരു ന്യൂസും കാണാം. ചിരാഗ് ഷെട്ടി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് നോട്ട്സ് എഴുതിയെടുക്കുക. താങ്ക് യു.